ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു കുടുംബ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കുടുംബ കോടതിയിൽ അമ്മാവനെതിരെ മരുമോൻ ഫയൽ ചെയ്തൊരു കേസാണ്. അതായത് ഭാര്യയുടെ അച്ഛനെതിരെ മോള ഭർത്താവ് ഫയൽ ചെയ്ത കേസ്. അപ്പം ഈ കേസിൽ വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ഈ കേസ് കുടുംബ കോടതിയിലാണോ ഫയൽ ചെയ്യേണ്ടത് അതോ ഫാമിലി കോടതിയിലാണോ ഫയൽ ചെയ്യേണ്ടത് എന്നാണ്. ഇതൊരു മണി സൂട്ടാണ്, അതായത് പണപരമായിട്ടുള്ള ഒരു സൂട്ടാണ്. കുറച്ച് കാശ് ഈ അമ്മാവൻ മരുമോൻ്റെ നിന്ന് കടം വാങ്ങിച്ചു. അദ്ദേഹം ആ പൈസ തിരിച്ചു കൊടുത്തില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മണി സൂട്ട് ഫയൽ ചെയ്തു മരുമോൻ. ഈ മരുമോൻ ഫയൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കുടുംബ കോടതിയിലാണ് സൂട്ട് ഫയൽ ചെയ്തത്. കാരണം ഭാര്യയുടെ അച്ഛനാണ്, ഭാര്യയ്ക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അലിഗേഷൻ. ഈ മരുമോൻ ഈ സൂട്ട് ഫയൽ ചെയ്തപ്പം അമ്മാവൻ ഇതിനെ എതിർക്കുകയും അദ്ദേഹം പറഞ്ഞു സിവിൽ കോടതിക്കാണ് അധികാരം എന്ന് പറഞ്ഞു, ഈ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സിവിൽ കോടതിക്കാണ് ജൂറിസ്ഡിക്ഷൻ എങ്കിൽ ഇദ്ദേഹം കോർട്ട് ഫീ അടയ്ക്കണം. ഇതൊരു വലിയ എമൗണ്ട് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നടത്തുന്നവരാണ്. ഈ മരുമോൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് റിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാശുള്ള ഒരാളാണ്, കോടിക്കണക്കിന് രൂപയാണ് കടമായിട്ട് വാങ്ങിച്ചത്. അപ്പൊ ഈ പൈസ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതിയിൽ ഫയൽ ചെയ്താൽ ലക്ഷക്കണക്കിന് രൂപ കോർട്ട് ഫീ അടയ്ക്കണം. നമുക്കറിയാലോ, നമുക്കൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ടിന് ഒരു കണക്കുണ്ട്, ആ കണക്കനുസരിച്ചിട്ടാണ് കോർട്ട് ഫീ അടയ്ക്കണം. അതുപോലെ ലീഗൽ ബെനിഫിറ്റ് ഫണ്ടും അടയ്ക്കണം, പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. ആദ്യം അതിന്റെ 10 അടയ്ക്കണം സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ. അതിനുശേഷം BCF സമയമ്പോൾ, ബാലൻസ് ഓഫ് കോർട്ട് ഫീ സമയമ്പോൾ ബാക്കിയുള്ള എമൗണ്ട് അടച്ചാലേ പിന്നെ സൂട്ട് കണ്ടിന്യൂ അല്ലെങ്കിൽ സൂട്ട് ഡിസ്മിസ് ചെയ്യും. അതുകൊണ്ട് ആ പൈസ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ കുടുംബ കോടതിയിലുള്ള ബെനിഫിറ്റ് എന്താണ്? വെറും 50 രൂപ അടച്ചാൽ മതി. എത്ര രൂപയാണെങ്കിലും 50 രൂപ അടച്ചാൽ മതി. അപ്പോൾ അത് ഭയങ്കര ഒരു ലാഭമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫയൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സിവിൽ കോടതിക്കാണോ അതോ ഫാമിലി കോടതിക്കാണോ ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഒന്ന് നോക്കേണ്ടതായിട്ട് വരും. നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ മാറ്റർ എന്താണെന്നും കൂടെ നോക്കാം. ഇതെന്ന് പറഞ്ഞ ഒരു അപ്പീലാണ്, ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നതാണ്. ഒരു കുടുംബ കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ പെറ്റീഷണർ എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആണ്. ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ്. നമുക്ക് ആദ്യം ആ കേസ് എന്താണെന്ന് നോക്കാം. ഇതിൽ പെറ്റീഷണർ എന്ന് പറയുന്ന കേസിലെ പെറ്റീഷണർ എന്ന് പറയുന്നത് ഭർത്താവാണ്. അദ്ദേഹം ഫസ്റ്റ് റെസ്പോണ്ടന്റിനെ, അതായത് ഒന്നാം എതിർകക്ഷിയെ 1996 ക്രിസ്ത്യൻ മത നിയമപ്രകാരം വിവാഹം കഴിച്ചു. അതിൽ രണ്ടാം എതിർകക്ഷി എന്ന് പറയുന്നത് അമ്മാവനാണ്, ഫാദർ ഇൻ ലോ, അതായത് വൈഫിന്റെ അച്ഛൻ. അദ്ദേഹം ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്താണ്. അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് അദ്ദേഹം ഈ പെറ്റീഷന്റെ ഹസ്ബൻഡിന്റെ അത് ഭർത്താവിന്റെ ഒരു വലിയൊരു എമൗണ്ട് കടം വാങ്ങി. അത് 18% ഇൻട്രസ്റ്റ് വെച്ച് തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഡിമാൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ളത് അദ്ദേഹം തിരിച്ചു കൊടുത്തു. അത് 2008 കൊടുത്തത്. അതിനുശേഷം 19 ലക്ഷത്തോളം രൂപ അദ്ദേഹം തിരിച്ചു കൊടുത്തു. ബാക്കി എമൗണ്ട് അറൗണ്ട് 75 ലക്ഷത്തോളം ഉണ്ട് എന്നാണ് മരുമോൻ പറയുന്നത്. അതിനാണ് അദ്ദേഹം കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഭാര്യയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും, ആ ഭാര്യയുടെ സഹോദരങ്ങൾക്കും എതിരെ അദ്ദേഹം ഒരു OP ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്തു. അതിൽ റെസ്പോണ്ടന്റ് ആയിട്ടുള്ള 1ഉം 4ഉം എക്സ്പാർട്ടിയാക്കി. അത് ഭാര്യയെ എക്സ്പാർട്ടിയാക്കി, സഹോദരനെ എക്സ്പാർട്ടിയാക്കി. പിന്നെ 2, 3 മാത്രമാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരുന്നത്. അവർ കോടതിയിൽ ചലഞ്ച് ചെയ്തത് ഈ OP മെയിൻറ്റൈനബിൾ അല്ല, ഈ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കോടതി ഓർഡർ പാസ്സാക്കി, അത് കേൾക്കാതെ തന്നെ അത് തള്ളിയിട്ട് കോടതി ഓർഡർ പാസ്സാക്കി. കോടതി ഓർഡർ പാസ്സാക്കി ഇങ്ങനെയാണ്: കോസ്റ്റ് 5000 രൂപയെ അടിച്ചു, 15 ലക്ഷത്തോളം രൂപ 12% പലിശയ്ക്ക് തിരിച്ചു കൊടുക്കാനായിട്ടും ഓർഡറായി. ഇതിൽ അഗ്രീവഡ് ആയിട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിലെ എതിർകക്ഷികളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ എതിർകക്ഷിയെ എക്സ്പാർട്ടിയാക്കിയില്ലേ, അത് കൃത്യമായ നോട്ടീസ് സർവ് ചെയ്യാതെയാണ് കോടതി എക്സ്പാർട്ടിയാക്കി എന്നാണ് അവർ പറയുന്നത്. അവർ അമേരിക്കയിലാണ് റിസൈഡ് ചെയ്യുന്നത്. ഇവിടെ എവിടെയോ കൊണ്ട് നോട്ടീസ് സർവ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് വഴി കൂടെയാണ് ആ പരിപാടി ചെയ്തത് എന്നാണ് അവർ ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. അതിനെ അവർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഗ്രൗണ്ട്സ്, ആ ജഡ്ജ്മെന്റ് ഫാമിലി കോടതി പാസ്സാക്കിയതിനെ മെയിൻ ഗ്രൗണ്ട്സിനെ അറ്റാക്ക് ചെയ്തത്, അതായത് അതിനെ എതിർത്തത് ഇങ്ങനെയൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത്, ദ ഡിസ്പ്യൂട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ എബോ മെൻഷൻഡ് OP ഈസ് നോട്ട് എ ഡിസ്പ്യൂട്ട് കമ്മിങ് അണ്ടർ ജൂറിസ്ഡിക്ഷണൽ കോമ്പറ്റൻസ് ഓഫ് എ ഫാമിലി കോർട്ട് അണ്ടർ സെക്ഷൻ 7 ഓഫ് ദ ഫാമിലി കോർട്ട് ആക്ട് 1984. കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഗ്രൗണ്ട്. രണ്ടാമത്തത്, ദ കോർട്ട് ഹാഡ് നോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ടു എന്റർടൈൻ ദാറ്റ് OP ആസ് നോ കോസ് ഓഫ് ആക്ഷൻ ഓർ എനി പാർട്ട് ഓഫ് ദ കോസ് ഓഫ് ആക്ഷൻ എറോസ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ കോർട്ട്. ഇതിന്റെ ട്രാൻസാക്ഷൻ എന്നും നടത്തിയിരിക്കുന്നത് ഈ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലല്ല. അതുകൊണ്ട് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ കോടതിക്ക് ഇല്ല എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ദ മണി ക്ലെയിം പുട്ട് ഫോർവേഡ് ബൈ ദ പെറ്റീഷണർ വാസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ. പിന്നെ ലിമിറ്റേഷൻ, അതായത് ആ സമയത്തിനകം അവർ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര സമയമുണ്ട്, ആ സമയത്തിനകം കൊടുത്തില്ല, അതുകൊണ്ട് ലിമിറ്റേഷൻ ബാർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തത്, ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് വാസ് ഡിനൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിഫെൻഡ് ദ കേസ് ആസ് ഷീ സഫേർഡ് ആൻ എക്സ് പാർട്ടി ഡിഗ്രി ആസ് നോ സ്റ്റെപ്സ് വെയർ ടേക്കൺ ഇൻ ഹർ കറക്റ്റ് അഡ്രസ് ആൻഡ് നോ നോട്ടീസ് വാസ് സെർവ്ഡ് ഓൺ ഹർ. അതായത് സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടില്ല. അവർ അമേരിക്കയിലാണ് റിസൈഡ് ചെയ്യുന്നത്. ഇവിടെ എവിടെയോ കേരളത്തിൽ എവിടെയോ സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുത്ത് തട്ടിക്കൂട്ട് പരിപാടി കൂടെയാണ് അത് ചെയ്തത്. ആ ഒരു കള്ളപ്പരിപാടി ചെയ്താണ് ഇത് ചെയ്തത്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് അവരെ വാദം കേട്ടിട്ടില്ല, അവരെ എക്സ്പാർട്ടിയാക്കിയത് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അടുത്ത അവരുടെ കണ്ടൻഷൻ. അങ്ങനെയാണ് ഈ കോടതിയിൽ കേസ് വന്നത്. അപ്പോൾ കോടതി അതൊക്കെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് ജൂറിസ്ഡിക്ഷണൽ കോമ്പറ്റൻസ്
കോമ്പറ്റൻസ് ഓഫ് ഫാമിലി കോർട്ട് ടു എന്റർടൈൻ ദ OP. ഈ ഫാമിലി കോടതിക്ക് ജൂറിസ്ഡിക്ഷണൽ കോമ്പറ്റൻസ് ഉണ്ടെന്നാണ് ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. സെക്ഷൻ 7 ആണ് ഫാമിലി കോർട്ട് ആക്ട് 1984 സെക്ഷൻ 7 ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, എപ്പോഴൊക്കെയാണ് ഈ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ വരുന്നത്? ഒന്ന്, ദ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ മാരേജ് ഫോർ എ ഡിക്രി ഓഫ് നള്ളിറ്റി ഓഫ് മാരേജ്, ഡിക്ലെയറിംഗ് ദ മാരേജ് ടു ബി നൾ ആൻഡ് വോയിഡ്, ഓർ ആസ് ദ കേസ് മേ ബി annulling the marriage or restitution of conjugal rights or judicial separation or dissolution of marriage. ഇവിടെ ഡൈവോഴ്സിന്, അതായത് നള്ളിറ്റി ഓഫ് മാരേജസിന് കൊടുക്കാം, മാരേജ് നൾ ആൻഡ് വോയിഡ് ആക്കാനുള്ളതാണ്. പിന്നെ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, ജുഡീഷ്യൽ സെപ്പറേഷൻ, ഡെസൊല്യൂഷൻ ഓഫ് മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അടുത്തെന്ന് വെച്ചാൽ ദ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഫോർ എ ഡിക്ലറേഷൻ ആസ് ടു ദ വാലിഡിറ്റി ഓഫ് എ മാരേജ് ഓർ ആസ് ടു ദ മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഓഫ് എനി പേഴ്സൺ. ഒരു ഡിക്ലറേഷൻ കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അതായത് ഒരു മാരേജിന്റെ വാലിഡിറ്റിയോ അല്ലെങ്കിൽ മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഓഫ് എനി പേഴ്സണോ ഇതിന് ഉള്ള ഒരു റൈറ്റ്, അത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ഫാമിലി കോടതിക്കുണ്ട്. അടുത്ത മൂന്നാമത്തത്, ദ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ മാരേജ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടീസ് ഓർ ഈതർ ഓഫ് ദം. അതായത് പ്രോപ്പർട്ടിയുമായിട്ട്, ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂട്ടുകളും പ്രൊസീഡിംഗ്സും കേൾക്കാനുള്ളതും ട്രയൽ നടത്താനുള്ള അധികാരവും കോടതിക്കുണ്ട്. അടുത്തത്, എ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഫോർ എ ഡിക്ലറേഷൻ ആസ് ടു ദ ലെജിറ്റിമസി ഓഫ് എനി പേഴ്സൺ. ഒരാളുടെ ലെജിറ്റിമസി ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. അതായത് ഡിക്ലറേഷൻ കൊടുക്കാനുള്ള അധികാരം ഫാമിലി കോടതിക്കുണ്ട്. അടുത്തത്, എ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഫോർ മെയിൻ്റനൻസ് പെറ്റീഷൻ കേൾക്കാനുള്ള അധികാരം, അതായത് ചെലവിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള അധികാരം. അടുത്തത്, സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഇൻ റിലേഷൻ ടു ദ ഗാർഡിയൻഷിപ്പ് ഓഫ് എ പേഴ്സൺ ഓർ ദ കസ്റ്റഡി ഓഫ് ഓർ ആക്സസ് ടു എനി മൈനർ. അതായത് കുട്ടിയുടെ കസ്റ്റഡിയും മറ്റു കാര്യങ്ങളും, കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കേൾക്കാൻ, അത് ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ഓപ്പി എന്ന് പറയും. അതിനുള്ള അധികാരവും കോടതിക്കുണ്ട്. അപ്പോൾ ഇത്രയും അധികാരങ്ങളാണ് കോടതിക്കുള്ളത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ഫാമിലി കോർട്ട് ഷാൽ also have and exercise. പിന്നെ കുറച്ചുകൂടി അധികാരങ്ങളുണ്ട്. The jurisdiction exercisable by a magistrate of first class under chapter 9 relating to the order of maintenance of wife, children and parents of the Code of Criminal Procedure 1973. അതായത് 125 CRPC പ്രകാരം മെയിൻ്റനൻസ് അലോയാനുള്ള അധികാരം ഉണ്ടല്ലോ, അത് ഈ കോടതിക്കും ഉണ്ട്, ഫാമിലി കോടതിക്കും ഉണ്ട്. അടുത്തത്, ബി, such other jurisdiction as may be conferred on it by any other enactment. ഏതെങ്കിലും ആക്ടിൽ ഈ ഫാമിലി കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ഫാമിലി കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാമിലി കോടതിക്ക് അധികാരങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ 7 എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ക്ലോസ് A to G വരെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 7 subsection 2 ഓഫ് ഫാമിലി കോർട്ട് ആക്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ദ ഫാമിലി കോർട്ട് റീച്ച്ഡ് ദ കൺക്ലൂഷൻ ദാറ്റ് ഇഫ് ദെയർ വാസ് നോ സച്ച് മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഇവിടെ കോടതി ഫൈൻഡ് ചെയ്യാണ് മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ദ റെസ്പോണ്ടന്റ് വുഡ് നോട്ട് ഹാവ് അഡ്വാൻസ്ഡ് മണി ടു ഹിസ് ഫാദർ ഇൻ ലോ. ഇപ്പം ഇങ്ങനെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഫാദർ ഇൻ ലോയ്ക്ക്, അമ്മാവന് മരുമോൻ പൈസ കൊടുത്തത്, അതുകൊണ്ട് അവിടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് കോടതി ഫൈൻഡ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാൻസാക്ഷൻ എറൈസിങ് ഔട്ട് ഓഫ് എ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തത് മാരിറ്റൽ റിലേഷൻഷിപ്പോടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കോടതിക്ക്, ഫാമിലി കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നാണ് ഫാമിലി കോടതിയുടെ കണ്ടൻഷൻ. അത് വച്ചിട്ടാണ് കോടതി ഈ ഒരു വിധി കൊടുത്തത്. അപ്പോൾ ഇതാണ് ചലഞ്ച് ചെയ്ത് അപ്പീലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈക്കോടതി വിധിച്ച എങ്ങനെയെന്ന് വെച്ചാൽ, സർക്കംസ്റ്റാൻസസ് എറൈസിങ് ഔട്ട് ഓഫ് മാരിറ്റൽ റിലേഷൻഷിപ്പ് 7 subsection 1D പറഞ്ഞിട്ടുണ്ട്. ആ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കോടതി എല്ലാം പരിശോധിച്ച ശേഷം കോടതി വിലയിരുത്തി ഇങ്ങനെയാണ്, ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിലായും ഫാദറിലായും മാത്രമായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് പ്യുവർലി എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമാണ്. ലോയർ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ദ എമൗണ്ട് വാസ് സെൻഡ് ബൈ സൺ ഇൻ ലോ ടു ദ ഫാദർ ഇൻ ലോ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹി വാസ് ക്ലെയിമിങ് ദ എമൗണ്ട് ബാക്ക് ഫ്രം ഹിസ് ഫാദർ ഇൻ ലോ, അമ്മാവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് മരുമോൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് മാത്രമാണ് ആ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. എക്സാമിനേഷൻ സമയത്ത് അദ്ദേഹം കാറ്റഗോറിക്കലി ഡിപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈഫ് പൈസ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, വൈഫ് നെവർ ഡിമാൻഡഡ് മണി എന്ന് അദ്ദേഹം അതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫാദർ ഇൻ ലോ മാത്രമാണ് പൈസ ആവശ്യപ്പെട്ടത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലീഡിങ്സിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫാദർ ഇൻ ലോ ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻസിസ്റ്റഡ് ബൈ ഹിസ് വൈഫ്, വൈഫ് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു എവിഡൻസും അത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഭാര്യയാണ് ഇൻസിസ്റ്റ് ചെയ്തു എന്ന് ഉള്ളതിന് ഒരു എവിഡൻസും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എവിഡൻ്റലി ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, അതായത് സണ്ണിലായും ഫാദറിലായും മാത്രമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദ സൂട്ട് ഓർ പ്രൊസീഡിങ്സ് ഫോർ ആൻ ഓർഡർ ഓർ ഇൻജങ്ഷൻ ഇൻ സർക്കംസ്റ്റാൻസസ് എറൈസിങ് ഔട്ട് ഓഫ് എ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അപ്പം ഇത് അങ്ങനെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ല, ഇറ്റ് കനോട്ട് ബി
termed as a suit or proceedings for an order of injunction in circumstances arising out of a marital relationship അല്ല എന്ന് കോടതി വിലയിരുത്തി. ഈ സർക്കംസ്റ്റാൻസസ് അറൈസിങ് ഔട്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് കോടതി ഒരു ഡിസിഷൻ തന്നെ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ലെബി ഐസക് വേഴ്സസ് ലീന എം നൈനാൻ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന 2005 ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേരള ഹൈക്കോർട്ടിന്റെ ഡിസിഷൻ തന്നെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വന്ന സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കണം, ഡയറക്റ്റ് ബിയറിംഗ് ഓൺ മാരേജ് ആയിരിക്കണം, അതും ഒറിജിൻ ഓഫ് മാറ്റർ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം. അതായത് മാരേജിനെ പ്രിസീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ചെയ്ത് വന്നിട്ടുള്ള കാര്യമായിരിക്കണം. അത് സറൗണ്ടഡോ അല്ലെങ്കിൽ അക്കമ്പനിയോ ആയിരിക്കണം. അത് പ്രിൻസിപ്പൽ ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായിരിക്കണം. അതായത് മാരേജുമായിട്ടോ മാറ്റർ റിലേഷൻഷിപ്പുമായിട്ടോ ബന്ധമുള്ളതുമായിരിക്കണം എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ജാനകി അമ്മ ആൻഡ് അതേഴ്സ് വേഴ്സസ് രേണുക സദാനന്ദൻ ആൻഡ് അതേഴ്സ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ വെദർ ഇറ്റ് ഈസ് എ സൂട്ട് ഓർ പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സീക്കിംഗ് ആൻ ഓർഡർ ഓർ ഇൻജങ്ഷൻ ഇൻ ദ സർക്കംസ്റ്റാൻസസ് അറൈസിംഗ് ഔട്ട് ഓഫ് എ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇപ്പം ഈ പറയുന്ന കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എമർജിങ് ഔട്ട് ഓഫ് എനി സർക്കംസ്റ്റാൻസസ് റിലേറ്റഡ് ടു എ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആൻഡ് കുഡ് നോട്ട് ഹാവ് എക്സിസ്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു മണി ട്രാൻസാക്ഷൻ ഉണ്ട്, അത് മാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു മണി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനുമായിട്ടുള്ള ഒരു മണി ട്രാൻസാക്ഷൻ ഭർത്താവുമായിട്ട് ഉണ്ട് എന്ന് വെച്ചോ. മാരേജ് ഔട്ട് ഓഫ് മാരേജിലാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഭാര്യയുടെ സഹോദരനായതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. അപ്പോൾ ആ ഒരു റിലേഷനെ കൊടുത്താലും ഈ പറയുന്ന ട്രാൻസാക്ഷൻ, അതായത് ഭാര്യയുടെ സഹോദരനോ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനോ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, അയാൾക്കൊരു 1,00,000 രൂപ വേണം, ഈ പറയുന്ന സഹോദരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു 1,00,000 രൂപ കൊടുത്താൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ഈ മാരേജിൻ്റെ കൂടെ വരുന്നതല്ല. എന്നിരുന്നാൽ പോലും ഇവർ തമ്മിൽ ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് കൊടുത്തതെങ്കിലും ഇത് ഇൻഡിപെൻഡൻ്റ് ആക്ട് ആണ്, അതുകൊണ്ട് ഇത് അട്രാക്ട് ചെയ്യത്തില്ല എന്നാണ് ഈ കേസിനകത്ത് പറഞ്ഞത്. ജാനകി അമ്മ ആൻഡ് അതേഴ്സ് വേഴ്സസ് രേണുക സദാനന്ദൻ എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞത്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സണ്ണിലോ എമൗണ്ട് കൊടുത്തത്, ഫാദറിലേക്ക് കൊടുത്തത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് സിവിൽ കോടതിക്കാണ് ജൂറിസ്ഡിക്ഷൻ, ഫാമിലി കോടതിക്ക് അല്ല എന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തിയത്. ഇതേ ഡിസിഷൻ തന്നെയാണ് വിജയലക്ഷ്മി വേഴ്സസ് PK ജയശ്രീ എന്ന് പറയുന്ന ഡിസിഷനകത്ത് 2018 ഡിസൈഡ് ചെയ്ത ഒരു ഡിസിഷനാണ്. ഇതിനകത്ത് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഡിസിഷൻസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഈ കോടതി ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫാമിലി കോടതിയിൽ വരുന്നതല്ല, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്നതല്ല. അതുകൊണ്ട് ഈ കോടതിക്ക്, അതായത് ഫാമിലി കോടതി പാസ്സാക്കിയ ഓർഡർ എന്ന് പറയുന്നത് അത് ലീഗൽ ആയിട്ടുള്ള, അതായത് ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള ഓർഡർ അല്ല എന്ന് കോടതി വിലയിരുത്തി. അടുത്തതെന്ന് വെച്ചാൽ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഫാമിലി കോർട്ടാണ്. അപ്പോൾ ഈ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ കോടതി ഡിസൈഡ് ചെയ്യുകയാണ്. അതെന്ന് വെച്ചാൽ ഇവരെ കല്യാണം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഫാമിലി കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ടിനകത്ത് സെക്ഷൻ 3 സബ്സെക്ഷൻ 3 ഡിസ്ട്രിക്ട് കോർട്ട് മീൻസ് ഇൻ ദ കേസ് ഓഫ് എനി പെറ്റീഷൻ അണ്ടർ ദിസ് ആക്ട് ദ കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ ഓർ ഹൂസ് ജൂറിസ്ഡിക്ഷൻ അണ്ടർ ദിസ് ആക്ട് ദ മാരേജ് വാസ് സോളംനൈസ്ഡ് ഓർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിസൈഡ്സ് ഓർ ലാസ്റ്റ് റിസൈഡഡ് ടുഗദർ. ഈ കല്യാണം നടന്ന സ്ഥലത്തോ ഹസ്ബൻഡ് വൈഫും താമസിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ അവസാനം താമസിച്ച സ്ഥലത്തോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇപ്പൊ കോടതി ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫാദറിലായും മരുമോനുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എറൈസിംഗ് ഔട്ട് ഓഫ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്ല എന്ന് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സൂട്ട് റിക്കവറി ഓഫ് മണി ഇൻ എ ഓർഡിനറി സിവിൽ കോഡ് ഹാവിംഗ് കോമ്പിറ്റന്റ് ജൂറിസ്ഡിക്ഷനിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. സെക്ഷൻ 50 to 20 ഓഫ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ടു ഫൈൻഡ് ഔട്ട് വെയർ ദ സൂട്ട് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടർ ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ക്ലെയിം. അപ്പൊ ഇനിയിപ്പോൾ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് അല്ല നോക്കേണ്ടത്, സിവിൽ പ്രൊസീജിയർ കോഡാണ് നോക്കേണ്ടത്. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തല്ലോ ഫാമിലി കോടതിക്ക് അല്ല ജൂറിസ്ഡിക്ഷൻ സിവിൽ കോടതിക്കാണെന്ന് ഫൈൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഇനി നോക്കേണ്ടത് സിവിൽ പ്രൊസീജിയർ കോഡാണ്. സെക്ഷൻ 20 ഈസ് ആപ്ലിക്കബിൾ ആൻഡ് ഇറ്റ് റീഡ്സ് ആസ് ഫോളോസ്. അതർ സൂട്ട്സ് ടു ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് വെയർ ഡിഫൻഡൻസ് റിസൈഡ്സ് ഓർ കോസ് ഓഫ് ആക്ഷൻ അറൈസസ്. അപ്പോൾ ഈ സെക്ഷൻ 20 പറയുന്നത് സബ്ജക്ട് ടു ദ ലിമിറ്റേഷൻ അഫോർസഡ് എവരി സൂട്ട് ഷാൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ കോർട്ട് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ ദ ഡിഫൻഡന്റ് ഓർ ഈച്ച് ഓഫ് ദ ഡിഫൻഡൻസ് വെയർ there are more than one at the time of commencement of the suit actually or voluntarily resides or carries on business or personally works or gain. B. Any of the defendants where there are more than one at the time of commencement of the suit actually and voluntarily resides or carries on business or personally works or gain, provided that in such cases either the leave of the court is given or the defendants who do not reside or carry on business or personally works or gain as aforesaid acquiesce in such institution. 3. The cause of action only or in part arises. ഇപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയാണ് സൂട്ട് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ലാന്ന്. അടുത്തത് നോക്കേണ്ടത് ഇവരെവിടെയാണ് റെസ്പോണ്ടന്റ് താമസിക്കുന്നത്. ഇപ്പം റെസ്പോണ്ടന്റ് താമസിക്കുന്ന കേരളത്തിന് പുറത്താണ്. അവരവിടെ
അവിടെ ബിസിനസ് നടത്തുന്നതും കേരളത്തിന് പുറത്താണ്. ഇവരുടെ ട്രാൻസാക്ഷൻ മണി ട്രാൻസാക്ഷൻസ് എത്രയും നടന്നിരിക്കുന്ന കേരളത്തിന് പുറത്താണ്. ഈ സെക്ഷൻ 20 പ്രകാരം ഇപ്പോൾ ഇവർ ഫയൽ ചെയ്തിരിക്കുന്ന ആ കോടതി ആ ഒരു പ്ലേസിന് ജുറിസ്ഡിക്ഷൻ ഇല്ലാന്ന് കോടതി ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഇല്ലാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇത് കാസ് ഓഫ് ആക്ഷൻ, ഇത് ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഇല്ല. അതായത് രണ്ടാമത്. അടുത്ത ലിമിറ്റേഷന്റെ ക്ലെയിം എന്ന് പറയുന്നത് യഥാർത്ഥ കോടതിയിൽ ഫയൽ ചെയ്തിട്ട് അവിടെ വെച്ച് ലിമിറ്റേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സർവീസ് ഓഫ് സമൻസ് എക്സ്പാർട്ടി ആക്കിയല്ലോ, പ്രോപ്പറായിട്ടല്ല സർവീസ് ഓഫ് സമൻസ് നടത്തിയത് എന്നുള്ളതും അവർ അമേരിക്കയിലാണ് റിസൈഡ് ചെയ്യുന്നത്, ഭാര്യ അമേരിക്കയിലാണ് റിസൈഡ് ചെയ്യുന്നത്, അവിടുത്തെ പ്രോപ്പർ അഡ്രസ്സിലാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് തന്നെ നടത്തണമെന്നും അങ്ങനെ നടത്തിയിട്ട് എക്സ്പാർട്ടി ആക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ വൈഫ് ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. അത് കോടതി അക്സെപ്റ്റ് ചെയ്തു. കാരണം ഓർഡർ 5 CPCക്ക് അതിനെക്കുറിച്ച് സമൻസ് ഓഫ് സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഫാമിലി കോർട്ടിനും ആപ്ലിക്കബിൾ ആണ്. അത് ആ രീതിയിൽ തന്നെ നടത്തണം. അങ്ങനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല എന്നും കോടതി വിലയിരുത്തി. ഇപ്പോൾ തെറ്റായ രീതിയിലുള്ള സർവീസ് ഓഫ് സമൻസ് ആണ് എക്സ്പാർട്ടി ആക്കിയത്, പ്രോപ്പർ ആയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് കോടതി ഫൈൻഡ് ചെയ്ത് എങ്ങനെയാണ് ഈ ഫാമിലി കോടതിക്ക് നോ ജൂറിസ്ഡിക്ഷൻ അതുപോലെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും ഇല്ല ആ കേസ് കേൾക്കാനായിട്ട്. അവരെ എക്സ്പാർട്ടി ആക്കിയത് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് നോട്ടീസോ ഒന്നും കൊടുക്കാതെയാണ് എന്നും വിലയിരുത്തി ആ കോടതി പാസ്സാക്കിയ എല്ലാ ഉത്തരവുകളും ഹൈക്കോടതി സെറ്റിസൈഡ് ചെയ്യുന്നു. ഫാമിലി കോടതി ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടി, ഇപ്പൊ പാസ്സാക്കി ഹൈക്കോടതിയുടെ കോപ്പി കിട്ടി 10 ദിവസത്തിനകം ആ സൂട്ട് തിരിച്ചു കൊടുക്കണം, റിട്ടേൺ ചെയ്യണം. അതായത് പ്രോപ്പർ കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടീസിന്. ഇവിടെ ഫാമിലി കോടതി പാസ്സാക്കിയ സമയം, ഓർഡർ പാസ്സാക്കിയ സമയത്ത് ഈ പറയുന്ന ഇതിലെ പെറ്റീഷണർ, അതായത് എതിർ കക്ഷികൾ അവർ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാനായിട്ട് ഒരു അനുവാദം കോടതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജഡ്ജ്മെന്റിൽ ആ പൈസ, ആ കോടതിയിൽ കെട്ടിവെച്ച പൈസ വിഡ്രോ ചെയ്യാനായിട്ടും കോടതി ഡയറക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ഓർഡർ കോടതി പാസ്സാക്കി കൊടുത്തു. എന്നിട്ട് അവരുടെ അടുത്ത് പ്രോപ്പർ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യാൻ, സിവിൽ കോടതിയിൽ പ്രോപ്പർ, അതായത് ഈ ട്രാൻസാക്ഷൻ നടന്നതോ അല്ലെങ്കിൽ ഇവർ റിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഡിഫൻഡന്റ് റിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഫയൽ ചെയ്യാനായിട്ട് കോടതി പറഞ്ഞു. ഇങ്ങനെയാണ് ഈ കേസ് അവസാനിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു മണി ട്രാൻസാക്ഷൻ ആണ്, അമ്മായിയപ്പനും മരുമോനുമായിട്ടുള്ള പ്യുവർ ട്രാൻസാക്ഷൻ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അത് കുടുംബ കോടതിയിൽ വരത്തില്ല, അത് സിവിൽ കോടതിക്കാണ് ജുറിസ്ഡിക്ഷൻ. അങ്ങനെ ഈ കോടതി ഈ കേസ് ഡിസ്പോസ് ആയി. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, അത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.